അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് മുതൽ ജുസു അമ്മ ജുസ് ആണ് ആരംഭിക്കുന്നത്. 30 ജുസുകൾ ഭാഗങ്ങളിലെ 30ാമത്തെ ഭാഗമാണ് ഈ അമ്മ ജുസ് എന്ന് പറയുന്നത്. അതിലെ ഒന്നാമത്തെ അധ്യായം സൂറത്തുൻ നബഅ ആണ്. അതിൻ്റെ പേര് നബഅ എന്നാണ്. അമ്മ എന്നും പേരുണ്ട്. അതിൻ്റെ ആദ്യത്തെ വാക്ക് അമ്മയായതുകൊണ്ട് അമ്മ എന്ന് പേരുണ്ട്. നബഅ എന്നാണ് സാധാരണയായി ഖുർആൻ വിജ്ഞാനങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥലത്ത് അതിന് പറഞ്ഞു കാണുന്ന പേര്. ഖുർആനിലും അതാണല്ലോ കാണുന്നത്. നിങ്ങളെ മുസ്ഹഫിൻ്റെ മുകളിലൊക്കെ കണ്ടില്ലേ, സൂറത്തുൻ നബഅ എന്നാണ്. 40 വചനങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വചനങ്ങൾ അതിൻ്റെ ആശയം മനസ്സിലാക്കുന്നതോടൊപ്പം അത് ഹൃദിസ്ഥമാക്കുക എന്നതാണ്. ചെറിയ വചനങ്ങളാണ്, അപ്പോൾ ഹൃദിസ്ഥമാക്കാൻ ബൈഹാർട്ട് ചെയ്യാൻ എളുപ്പമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ആശയം നമുക്ക് മനസ്സിലായാൽ ബൈഹാർട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അത് നഷ്ടപ്പെട്ടു പോവില്ല. പിന്നെ നമ്മൾ ബൈഹാർട്ട് ചെയ്തിട്ട് അത് ഉപയോഗിക്കുക, നമസ്കാരങ്ങളിലൊക്കെ ഉപയോഗിക്കുക. പ്രത്യേകിച്ച് സുന്നത്ത് നമസ്കാരങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ഫർള് പള്ളിയിലായിരിക്കും നിസ്കരിക്കുന്നത്, അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ സുന്നത്ത് നമസ്കാരങ്ങളിൽ ഫാത്തിഹയ്ക്ക് ശേഷം സാധാരണ ഇപ്പോൾ നമ്മൾ ശീലിച്ചിട്ടുള്ളത് ഫാത്തിഹ മാത്രം ഓതി അവസാനിപ്പിക്കലാണ്. ഇതിന് പകരം ഈ സൂറത്തും കൂടി എന്ത് ചെയ്യുക, പാരായണം ചെയ്യുക. അത് നമുക്ക് പ്രതിഫലവും കിട്ടും. സൂറത്ത് നമുക്കെന്നും നമ്മുടെ ഉള്ളിൽ പച്ച പിടിച്ച് നിൽക്കുകയും ചെയ്യും. ഖിയാമത്ത് നാളിൽ സ്വർഗത്തിൽ നമ്മൾ എത്തിയാൽ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, എത്തിയാൽ നമ്മുടെ സ്വർഗത്തിലെ പൊസിഷൻ നിശ്ചയിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഖുർആനാണ്. ഒരു സഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗത്തിലേക്കെത്തിയാൽ, സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെവികളിൽ ഒരു ശബ്ദം കേൾക്കും. അത് ഇഖ്റ വർഖി വറത്തിൽ കമാ കുൻത തുറത്തിലു ഫിദ്ദുനിയ. നീ ഓതിക്കോ. വറത്തിൽ, ഇഖ്റ എന്ന് പറഞ്ഞാൽ വായിക്കാനാണ്. വറത്തിൽ എന്ന് പറഞ്ഞാൽ തെർത്തീൽ, ഖുർആൻ്റെ വായനയാണ്. വേറെ വായനക്കൊന്നും തെർത്തീൽ എന്ന് പറയില്ല. കമാ കുൻത തുറത്തിലു ഫിദ്ദുനിയ, ദുനിയാവിൽ നീ പാരായണം ചെയ്യാറില്ലേ അതുപോലെ. എന്നിട്ട് പറയാണ് വർഖി, നീ കയറിക്കോ. സ്റ്റെപ്പുകളാണ് സ്വർഗം, ദറജാത്താണ് സ്വർഗം. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിടത്തൊക്കെ ദറജാത്ത് എന്നാണ് പറഞ്ഞു. നരകത്തെക്കുറിച്ച് പറഞ്ഞിടത്തൊക്കെ ദറക്കാത്ത് എന്നാണ് പറഞ്ഞു. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ. ദർക്ക് എന്ന് പറഞ്ഞാൽ താഴേക്കുള്ള സ്റ്റെപ്പുകളാണ്. ദുർജ് എന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ള സ്റ്റെപ്പുകളാണ്. ദർജാത്തുകളാണ്. ആ ദർജാത്തുകളിലൂടെ കയറാൻ പറയാം. ഇഖ്റ വർഖി, കയറിക്കോ. വറത്തിൽ കമാ കുൻത തുറത്തിലു ഫിദ്ദുനിയ ഫഇന്ന മൻസിലതക, നിനക്ക് കയറ്റം നിർത്താനുള്ള സ്ഥലം, നിൻ്റെ പൊസിഷൻ ആഖിറു ആയത്തിൻ തഖറൗഹ, നീ പാരായണം ചെയ്യുന്ന അവസാനത്തെ വചനം എവിടെയാണോ അവിടെ.
അപ്പോൾ നമ്മുടെ അടുത്ത് എത്ര വചനമുണ്ടോ അത്രയും നമുക്ക് എന്ത് ചെയ്യാം, മുകളിലേക്ക് പോകാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇനി ശ്രമിക്കുക ഹിഫ്ള് ചെയ്യാൻ, ബൈഹാർട്ടാക്കാൻ. മനസ്സിലായില്ലേ? എല്ലാവർക്കും എളുപ്പമാണ്, അതൊരു വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ നിലനിർത്താൻ ശ്രമിച്ചാൽ മതി. നിലനിർത്തേണ്ടത് നമസ്കാരത്തിലൂടെ, പാരായണത്തിലൂടെ. നമുക്ക് ഒഴിവുള്ള സമയത്തൊക്കെ പാരായണം ചെയ്യാം. മുസാഫില്ലെങ്കിൽ എന്താ നമ്മൾ, നമുക്ക് മുസാഫില്ലെങ്കിൽ നമ്മളെ ഉള്ളിലുള്ളത് പാരായണം ചെയ്യാം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ജുസ് നമുക്ക് പെട്ടെന്ന് ഹിഫ്ള് ചെയ്യാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാൽ മതി. അല്ലാഹു തആല ഏറ്റവും എളുപ്പമുള്ളതാക്കി തന്നതാണ് ഖുർആൻ. എല്ലാവർക്കും ഹിഫ്ളാക്കാൻ കഴിയും. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഈജിപ്ഷ്യൻ കുട്ടിയെക്കുറിച്ച് എല്ലാവരും കണ്ടല്ലോ. ഡംബാണ്, സംസാരിക്കാനും കഴിയില്ല, കേൾക്കാനും കഴിയില്ല, മെമ്മറി പവർ തീരെയില്ല, ഒന്നുമില്ല. പക്ഷേ ആ കുട്ടി എന്ത് നിങ്ങൾ ചോദിച്ചാലും അത് കേൾക്കണില്ല. പക്ഷേ ഖുർആൻ ചോദിച്ചാൽ കേൾക്കും. ഖുർആന് അതിൻ്റെ നാവ് വഴങ്ങുന്നു. ഭയങ്കര അത്ഭുതമാണ് സംഗതി, ഭയങ്കര അത്ഭുതം. അതുപോലെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, ഖുർആൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഖുർആൻ നമുക്ക് മെമ്മറി പവർ കൂട്ടിത്തരും. ഖുർആൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ഓർമ്മശക്തി വർദ്ധിക്കും. ഒക്കെ ഖുർആൻ്റെ അത്ഭുതങ്ങളാണ്. ഒരുപാട് അത്ഭുതങ്ങളുണ്ട് ഖുർആനിൽ. നമ്മളാകെ കേട്ട അത്ഭുതം അതിലുള്ള വൈജ്ഞാനിക അത്ഭുതങ്ങളാണ്, അതൊന്നുമല്ല. അതിനേക്കാൾ വലിയ അത്ഭുതമാണ് അതിൻ്റെ അക്ഷരങ്ങളിലും അതിൻ്റെ പാരായണത്തിലുമൊക്കെ. ഇൻഷാ അല്ലാഹ് അപ്പോൾ നമുക്ക് സൂറത്തു നബ ആരംഭിക്കാം. എല്ലാവരും ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ, നമ്മൾ വായിച്ച് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പാരായണം ചെയ്ത് പഠിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ യഥാർത്ഥ രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. എന്താണോ നമ്മൾ പഠിച്ചു വെച്ചത് അതാണ്ടാകുക. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ മൊബൈലിൽ ഖുർആൻ ഉണ്ടാവും, ഇടയ്ക്ക് ഇങ്ങനെ കേട്ടാൽ മതി. അപ്പോൾ അതേമാതിരി പഠിക്കാൻ കഴിയും. അമ്മ യതസാഅലൂൻ, അതാണ് ഒന്നാമത്തെ വചനം. അമ്മ, മീമിന് ഷദ്ദുണ്ട്, അപ്പോൾ ഉന്നത്ത് വേണം. അമ്മ യതസാഅലൂൻ. അമ്മ എന്ന് പറഞ്ഞത് രണ്ട് വാക്കുകൾ കൂടിയതാണ്. അൻ പ്ലസ് മ, അതാണ് അമ്മ ആയത്. അൻ, അതിൻ്റെ കൂടെ പിന്നെ മ, അതാണ് അമ്മ ആയത്. അമ്മ. അൻ എന്ന് പറഞ്ഞാൽ ഒന്നിനെ പറ്റി എന്നാണ്, പറ്റി, സംബന്ധിച്ച് എന്നൊക്കെ. അനിൽ കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകത്തെ പറ്റി അല്ലെങ്കിൽ പുസ്തകത്തെ കുറിച്ച്. അനിൽ വലദ്, കുട്ടിയെക്കുറിച്ച്, അതാണ് അൻ. മനസ്സിലായില്ലേ? ആ പിന്നെ സുക്കുനുള്ള നൂന്, അൻ. അതിൻ്റെ കൂടെ മാ വന്നു. മാ എന്ന് പറഞ്ഞാൽ എന്ത്. അപ്പോൾ അൻ പ്ലസ് മാ എന്തായി? അമ്മ ആയി. അമ്മ, അങ്ങനെയാണ് അമ്മ വന്നത്. അല്ലാതെ അമ്മ എന്ന് പറഞ്ഞത് എന്തല്ല, ഒരു വാക്കല്ല. അമ്മ യഉമ്മു എന്ന് പറഞ്ഞൊരു വെർബുണ്ട്, അമ്മ യഉമ്മു, അത് വേറെയാണ്. ആം എന്നൊക്കെ അതിൽ നിന്ന് വന്നത്. അമ്മ ജനറലൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആം, പൊതുവായത് എന്നുള്ള അർത്ഥത്തിലൊരു വെർബുണ്ട്. ഇവിടെ അതല്ല. ഇവിടെ അമ്മ എന്ന് പറഞ്ഞാൽ അൻ പ്ലസ് മ. അമ്മ
എന്തിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ എന്തിനെ പറ്റിയാണ്. മനസ്സിലായില്ലേ? യതസാഅലൂൻ, യതസാഅലൂൻ. സഅല എന്ന് പറഞ്ഞാൽ ചോദിച്ചു എന്നാണ്. സഅല, അതിനാണ് യതസാഅലു വന്നത്. സഅല എന്ന് പറഞ്ഞാൽ ചോദിച്ചു. തസാഅല എന്ന് പറഞ്ഞാൽ പരസ്പരം ചോദിച്ചു എന്ന്, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു. അത് അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. പരസ്പരം എന്ന ആശയം കിട്ടും അങ്ങനെ ചോദിച്ച. ഉദാഹരണമാണ് ഖതല എന്ന് പറഞ്ഞാൽ എന്താ? കൊന്നു, വധിച്ചു എന്നാണ്. ഖാത്തല എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു, യുദ്ധം ചെയ്യണതിന് ഖാത്തല എന്ന് പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ ശ്രമിക്കലാണല്ലോ യുദ്ധം. ദറബ പറഞ്ഞാൽ അടിച്ചു, ദാറബ എന്ന് പറഞ്ഞാൽ പരസ്പരം അടിച്ചു. ഇനി നിങ്ങൾ വായിക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിച്ചാൽ മതി. മനസ്സിലായില്ലേ? അതാണ് എന്ത്? തസാഅൽ. പിന്നെ യതസാഅലു എന്നുള്ളത് അതിൻ്റെ ഫ്യൂച്ചർ ടെൻസാണ്. തസാഅല പറഞ്ഞാൽ പാസ്റ്റ് ടെൻസാണ്. തസാഅല മാദി എന്ന് പറയും അറബിയിൽ. അലൈക്കും സലാം. യതസാഅലൂന, യതസാഅലു, യതസാഅലു, യതസാഅലാനി, യതസാഅലൂന. യതസാഅലു എന്ന് പറഞ്ഞാൽ ഒരാൾ, യതസാഅലാനി പറഞ്ഞാൽ രണ്ടാൾ, യതസാഅലൂന എന്ന് പറഞ്ഞാൽ അവർ കുറേ ആളുകൾ. ക്ലിയർ അല്ലേ? യതസാഅലൂന, അവർ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അമ്മ യതസാഅലൂൻ, അമ്മ യതസാഅലൂൻ, എന്തിനെ പറ്റിയാണ് അവർ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത്? അമ്മ യതസാഅലൂൻ, എന്തിനെ പറ്റിയാണ് അവർ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത്? ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വചനം തന്നെ എന്താണ്? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടേണ്ട കാര്യമാണ്. അമ്മ യതസാഅലൂൻ അല്ലേ? ക്വസ്റ്റ്യൻ മാർക്ക് വേണ്ടേ? ചോദ്യചിഹ്നം വേണ്ടേ? അമ്മ യതസാഅലൂൻ, അവർ എന്തിനെ പറ്റിയാണ് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്? വെറും ചോദ്യമല്ല, പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ എന്തിനെക്കുറിച്ചാണ് പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത്? ആരാണ് ഇവിടെ അവർ? അവർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഖുർആൻ അവതരിക്കുന്ന കാലത്തുള്ള മുശ്രിക്കുകളാണ്. ഖുർആൻ അവതരിക്കുന്ന കാലത്തുള്ള മുശ്രിക്കുകളാണ്, ബഹുദൈവ വിശ്വാസികൾ, വിശ്വസിക്കാത്ത ആളുകൾ. അള്ളാഹു ഇവിടെ പറയുന്നത് ആ അവിശ്വാസികൾ എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? സംസാരിക്കുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. അമ്മ യതസാഅലൂൻ. അള്ളാഹു ആരോടാ ഇത് ചോദിക്കണേ? ഖുർആൻ അവതരിക്കുന്നത് ആർക്കാ? അപ്പം നബിയോടാണ് ചോദിക്കുന്നത്. എന്താണ് അവരുടെ ചർച്ചാ വിഷയം? എന്തിനെക്കുറിച്ചാണ് അവർ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത്? മുഹമ്മദേ എന്ന്. എന്തിനെക്കുറിച്ചാണ് അവർ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത്? അള്ളാഹു തന്നെ ഉത്തരം പറയാം. എന്താ ഉത്തരം? അനിൻ നബഇൽ അളീം, അനിൻ നബഇൽ അളീം. അവിടെ നൂനിന് ഷദ്ദുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മീമിന് ഷദ്ദുള്ളപ്പോൾ പറഞ്ഞ അതേ നിയമം ഇവിടെയും ബാധകമാണ്. എങ്ങനെയാണ് വായിക്കേണ്ടത്? അനിൻ നബഇൽ അളീം, അനിൻ നബഇൽ അളീം. നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഖുർആൻ വായിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മഖ്റജുകളാണ്. മഖ്റജ് എന്ന് പറഞ്ഞാൽ ഒരക്ഷരം എങ്ങനെ എവിടെ നിന്ന് ഉച്ചരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉച്ചരിക്കേണ്ട മഖ്റജ് സ്ഥലമുണ്ട്. മനസ്സിലായില്ലേ? വളരെ പ്രധാനമാണ് അറബി ഭാഷയിൽ. അപ്പോൾ അനിൻ നബഇ എന്നാണ്, ആ എന്നാണ്, എന്നല്ല ഹ എന്ന് വായിക്കരുത്. അനിൻ നബഹിൽ
അലീം എന്ന് പറയരുത്, അനിൻ നബഇൽ അദീം എന്ന് പറയരുത്. ഒക്കെ അർത്ഥത്തിന് എന്ത് വരും? വ്യത്യാസം വരും. ഭയങ്കര പ്രാധാന്യമുള്ള സംഗതിയാണ് അറബി ഭാഷയിൽ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അനിൻ നബഇൽ അദീം. നബ എന്ന് പറഞ്ഞ നബ അതിനെക്കുറിച്ചാണ്. അൻ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അമ്മ പറഞ്ഞപ്പോൾ അൻ പറഞ്ഞല്ലോ. അനിൻ നബഇ, നബഇനെ കുറിച്ചാണ്. നബ എന്ന് പറഞ്ഞാൽ വാർത്ത എന്നാണ്. നബ, അൻബാ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വാർത്ത. നബ, അനിൻ നബഇൽ അൽ അലീം. അൽ അലീം, അലീം എന്ന് പറഞ്ഞാൽ മഹത്തായ, മഹത്തായ, വലിയ. അലീം, അലൂമ എന്നാണ് അതിൻ്റെ വെർബ്. അനിൻ നബഇൽ അലീം. അവരുടെ ചർച്ച എന്തിനെക്കുറിച്ചാണ്? ചെറിയ വിഷയമല്ല, നബഉൽ അലീമാണ്. ഒരു വലിയ മഹത്തായ ഒരു വാർത്തയെക്കുറിച്ചാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മഹത്തായ ഒരു വാർത്തയെക്കുറിച്ചാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് വാർത്ത എന്നിവിടെ പറഞ്ഞിട്ടില്ല, പക്ഷേ ആ വാർത്തയെക്കുറിച്ച് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതാണ് മൂന്നാമത്തെ വചനം. എന്താണ്? അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ. അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ. അല്ലദീ ഒരുപാട് പ്രാവശ്യം നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലദീ എന്താണ്? അല്ലദീ, അല്ലത്തി, അല്ലദീന, അല്ലാത്തി, അല്ലായി, അങ്ങനെയൊക്കെ വരും. ഖുർആനിൽ കാണും, നിങ്ങൾ വായിക്കും. മനസ്സിലായില്ലേ? നമ്മൾ ഇംഗ്ലീഷിൽ വിച്ച് എന്ന് എഴുതൂലേ, രണ്ട് സെൻറ്റൻസ് കൂട്ടിച്ചേർക്കുമ്പോൾ അതാണെന്ത്? അല്ലദീ. മനസ്സിലായി? രണ്ട് വാചകങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ ഇവിടെ രണ്ട് വാചകങ്ങൾ കൂട്ടിച്ചേർക്കുക. അലീം അല്ലദീ, അലീം അല്ലദീ ഹും. മനസ്സിലായില്ലേ? അപ്പോൾ അല്ലദീ എന്നുള്ള അതിന് ആ അല്ലദീന്ന് മാത്രം നമ്മൾ ഒരു വാക്കെടുത്താൽ അതിന് പ്രത്യേകിച്ചൊരാശയം പറയാനില്ല. പക്ഷേ അതിന് ഒന്നിൻ്റെ കൂടെ കൂടുമ്പോൾ എന്തായി? അല്ലദീ ഹും, അല്ലദീ ഹും. ഹും എന്ന് പറഞ്ഞാൽ അവർ. അപ്പം സാധാരണ പഴയ പരിഭാഷയിലൊക്കെ ഏതൊന്ന്, ഏതൊന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഏതൊന്ന്, എന്തിനെക്കുറിച്ച് എന്നൊക്കെ. അല്ലദീ ഹും, അവർ ചർച്ച ചെയ്യുന്ന വിഷയം എന്താ? അല്ലദീ ഹും ഫീഹി. ഫീഹി എന്ന് പറഞ്ഞാൽ അതിൽ. ഫീഹി, ഫീഹി എന്ന് പറഞ്ഞാൽ ഫീഹി, അതിൽ. ഹി എന്ന് പറഞ്ഞാൽ അത് മെയിലാണ്, പുല്ലിംഗമാണ്. അതുകൊണ്ടാണ് ഫീഹി എന്ന് പറഞ്ഞത്. സ്ത്രീലിംഗാണെങ്കിൽ എന്താ പറയുക? ഫീഹ. തമാം. അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ. ആ വലിയ വാർത്തയിൽ, ആ മഹത്തായ വാർത്തയിൽ അവരെന്താണ്? മുഖ്തലിഫൂൻ. ഇഖ്തലഫ എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. മുഖ്തലിഫൂൻ അതിൻ്റെ നൗണാണ്. മുഖ്തലിഫൂൻ, അവർ അഭിപ്രായ വ്യത്യാസത്തിലായിരിക്കുന്നു. അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ. അപ്പോൾ ഈ നബഉൽ അലീം എന്താണ്? അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ. അവർ ഏതൊരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായിരിക്കുന്നുവോ അതിനെക്കുറിച്ച്. അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ. അവർ ഏതൊരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായിരിക്കുന്നുവോ അതിനെക്കുറിച്ച്. അതാണെന്ത്? സംസാര വിഷയം. മനസ്സിലായില്ലേ? അപ്പോൾ അമ്മ യതസഅലൂൻ അനിൻ നബഇൽ അലീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ. എന്താണ് ആ വിഷയം? എന്തായിരുന്നു അവർ അഭിപ്രായ വ്യത്യാസത്തിൽ ഉണ്ടായിരുന്ന വിഷയം? അത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണെന്ന് പറഞ്ഞല്ലോ, നബഉൽ അലീം എന്ന് പറഞ്ഞല്ലോ. ആ വിഷയം എന്താ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയായി വന്ന ശേഷം അതുവരെ അവർക്ക് നബിയെ വലിയ മതിപ്പായിരുന്നു. നബി വിശ്വസ്തനായിരുന്നല്ലോ, അൽ അമീൻ. നബി എന്ത് പറഞ്ഞാലും അവരെന്താക്കും? വിശ്വസിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയായി വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് സംസാരിച്ച വിഷയങ്ങൾ,
ഖുർആനിലൂടെയാണ് സംസാരിക്കുന്നത്. ഖുർആനാണല്ലോ നബി കൊണ്ടുവന്നത് അവർക്ക് വേണ്ടി. നബിയിലൂടെ എത്തിയത് ഖുർആനാണ്. ആ ഖുർആനിലൂടെ നബി അള്ളാഹുവിനെക്കുറിച്ച് സംസാരിച്ചു. മനസ്സിലായില്ലേ? മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചു, മരണത്തെക്കുറിച്ച് സംസാരിച്ചു, മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചു. ഇതൊക്കെ ഇവർക്ക് പുതിയ കാര്യമായിരുന്നു, പുതുമയുള്ള കാര്യമായിരുന്നു, വലിയ ഒരു സംഭവമായിരുന്നു ഇത്. മനസ്സിലായില്ലേ? അപ്പം ഇത് അവരൊരുമിച്ച് കൂടുന്ന സ്ഥലത്തൊക്കെ ഉള്ള പ്രധാന ചർച്ചാ വിഷയം എന്തായിരുന്നു? ഇതായിരുന്നു. നബിയായിരുന്നു ചർച്ചാ വിഷയം. നബി പറഞ്ഞ കാര്യങ്ങളായിരുന്നു ചർച്ചാ വിഷയം. കുറേ ആളുകൾ അങ്ങോട്ടും ഇരുന്ന് സംസാരിക്കാം. കുറേ ആളുകൾ പറഞ്ഞു അവൻ സാഹിറാണെന്ന് പറഞ്ഞു. എവിടുന്നോ ഷെയർ കുടുങ്ങിയതാണ്. മനസ്സിലായി? എന്നിട്ടിങ്ങനെ പിച്ചും പേയും പറയണം. കുറേ ആളുകൾ പറഞ്ഞു അയാൾ ഷാഇറാണെന്ന് പറഞ്ഞു. ഷാഇർ പറഞ്ഞാൽ കവിയാണ്. കാരണം കവിത മാതിരിയുണ്ട്. നമുക്ക് ഈ സൂറത്ത് തന്നെ വായിച്ചാൽ തോന്നും ഒരു കവിത മാതിരി തോന്നും. അതിൻ്റെ അവസാനത്തെ അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ ഏകദേശം പ്രാസം ഒപ്പിച്ചാണല്ലോ കവിത ഉണ്ടാകുക തോന്നും. മനസ്സിലായില്ലേ? ചില ആളുകൾ പറഞ്ഞു കാഹിനാണ്. കാഹിൻ എന്ന് പറഞ്ഞാൽ ഈ ജ്യോത്സ്യപ്പണി നടത്തുന്ന ആളാണ്. ജ്യോത്സ്യനാണ് അന്നൊക്കെ എന്ത് ചെയ്തിരുന്നത്? വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരോട് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? വരാനിരിക്കുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ചാണ്. പരലോകത്തെക്കുറിച്ചും പരലോകത്തുണ്ടാകുന്ന പുനരുജ്ജീവിതത്തെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ച എല്ലാ വിഷയങ്ങളും. പിന്നെ അവർ പറഞ്ഞത് ഖുർആനെ കുറിച്ചായിരുന്നു. പിന്നെ സംസാരം ഖുർആൻ അവർക്ക് അവർ വലിയ സാഹിത്യകാരന്മാരായിരുന്നു. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിൽ ഉള്ള സമൂഹം അറബി ഭാഷയിലെ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ഏറ്റവും ശക്തിയിൽ നിൽക്കുന്ന സമയമാണ്. ഏറ്റവും നല്ല കവിത ഇന്നും അറബി ഭാഷ പഠിപ്പിക്കപ്പെടുന്ന യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഷിഅറുൽ ജാഹിലി എന്ന് പറഞ്ഞ സാധനം. അത്ഭുതമാണ് സത്യത്തിൽ. 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള കവിത, ജാഹിലിയ കാലത്തുള്ള കവിത പഠിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ 1500 കൊല്ലം മുമ്പുള്ള മലയാളം പോയട്രി എടുത്ത് വായിച്ചു നോക്കൂ. വായിക്കാനും കൂടി പറ്റൂല. വായിച്ചാൽ മനസ്സിലാവില്ല, പിന്നല്ലേ പഠിപ്പിക്കണത്. പക്ഷേ ഇന്നും അത് പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്ര ശക്തമായിരുന്നു അന്നത്തെ സാഹിത്യ ലോകം. അവിടേക്കാണ് ആര് വരുന്നത്? ഖുർആൻ വരുന്നത്. അപ്പം ശരിക്കും എന്താ വെച്ചാൽ ഭയങ്കര അത്ഭുതമായി അവർക്ക്. ഖുർആൻ കവിതയാണോ? അല്ല. ഗദ്യമാണോ? അല്ല. എന്നാൽ ഗദ്യത്തിൻ്റെയും പദ്യത്തിൻ്റെയും ഒക്കെ എല്ലാ ഗുണങ്ങളും എന്തിനുണ്ട്? ഖുർആൻ. അവർ പറയാൻ എന്താണ് എന്ന് പറയാൻ അവർക്ക് സാധിച്ചില്ല. എന്താണ്? അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ഈ ഖുർആൻ ഒരു കവിതയാണ്. അതിൻ്റെ ആ പ്രാസം ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് നോക്കൂ. അപ്പോൾ അവർക്ക് തോന്നി. കുറേ ആളുകൾ പറഞ്ഞു അല്ല, അതൊരു ജ്യോത്സ്യമാണ്. ജ്യോത്സ്യം കഹാനത്താണ്, ജ്യോത്സ്യമാണ്. കാരണം എന്താ? അതിൽ വരാനിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതാണ് അവർ ചർച്ച ചെയ്തത്. മനസ്സിലായി? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചർച്ച ചെയ്തു. പിന്നെ അവർ സംസാരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ബഅസായിരുന്നു. ബഅസ് എന്ന് പറഞ്ഞാൽ മരണശേഷം വീണ്ടും ജീവിപ്പിക്കപ്പെടും. അവർ ചോദിച്ചിരുന്ന വലിയ ചോദ്യം അതാണ്. നമ്മൾ മരണശേഷം ഇളാമായി എല്ലുകളായി മാറല്ലേ? ഈ മാംസമൊക്കെ മണ്ണിൽ ലയിച്ചു പോയി. പിന്നെ കുറേ എന്തേ ഉണ്ടാവുള്ളൂ? എല്ലുകൾ. ഈ എല്ലുകളായ മനുഷ്യൻ വീണ്ടും എന്താ മുഹമ്മദ് പറയണത്? വീണ്ടും പുനരുജ്ജീവിപ്പിക്കപ്പെടുമെന്നോ? അതവർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അവർക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ സാധിക്കാതെ പോയത് അതായിരുന്നു. അവർ പറയണതില്ല, ഇതോടുകൂടി എന്തായി? മരണത്തോടുകൂടി കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. ഇതൊക്കെയായിരുന്നു ഇവരുടെ എന്ത്? നബഉൽ അദീം. അവരാകട്ടെ ഭയങ്കര അഭിപ്രായ വ്യത്യാസത്തിലായി ഈ വിഷയത്തിൽ. അല്ലാതാണ് അല്ലദിഹും ഫിഹി
മുഖ്തലിഫൂൻ എന്ന് പറഞ്ഞത്. പല അഭിപ്രായം ഉണ്ടായി അവർക്കിടയിൽ. ചിലർ പറഞ്ഞു ഷായറാണ്, ചിലർ പറഞ്ഞു സാഹിറാണ്, ചിലർ പറഞ്ഞു കാഹിനാണ്, ചിലർ പറഞ്ഞു അല്ലട്ടോ മുഹമ്മദ് എന്തൊക്കെ ഉണ്ട് മുഹമ്മദിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ അവർ പറഞ്ഞു. അള്ളാഹു അതിന് മറുപടി പറയാണ് എന്ത്? ഖല്ലാ സയഅലമൂൻ. ഖല്ലാ, അങ്ങനെയല്ല, ഇവർ പറയണമൊന്നുമല്ല. ഖല്ലാ, അങ്ങനെയല്ല. ഖല്ലാ എന്ന് പറഞ്ഞാൽ അതാണ് കലിമത്തു റദ്ഇൻ വസജ്റിൻ. അതിൻ്റെ മുമ്പ് പറഞ്ഞതൊക്കെ നിഷേധിക്കാനുള്ള ഒരു വാക്കാണ് എന്ത്? ഖല്ലാ. ഖല്ലാ, ഏയ് അങ്ങനെയൊന്നുമല്ല, ഒരു സംശയമില്ല, അങ്ങനെയല്ല. ഖല്ലാ സയഅലമൂൻ. അലിമ യഅലമു എല്ലാവർക്കും അറിയാലോ, അറിഞ്ഞു എന്ന. സയഅലമു എന്ന് പറഞ്ഞാൽ അറിഞ്ഞേക്കാം, അറിഞ്ഞുകൊള്ളും, കുറച്ച് കഴിഞ്ഞാൽ അറിയും. അതിനൊക്കെയാണ് സ എന്ന് ഉപയോഗിക്കുക. സ അല്ലെങ്കിൽ സൗഫ, രണ്ടും കാണുങ്ങൾ ഇനി ഖുർആൻ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. സ അല്ലെങ്കിൽ സൗഫ ലോപിച്ചാണ് സ എന്ന് മാത്രമായത്. സൗഫ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം, മനസ്സിലായില്ലേ? ചില സ്ഥലത്ത് സ എന്നേ ഉണ്ടാവുള്ളൂ, ചില സ്ഥലത്ത് സൗഫ യഅലമൂൻ. കല്ലാ സയഅലമൂൻ. വീണ്ടും സുമ്മ. കല്ലാ സയഅലമൂൻ സുമ്മ കല്ലാ. വീണ്ടും അല്ലേ അല്ല, അതാണ് നിസ്സംശയം. സയഅലമൂൻ, അവർ അറിഞ്ഞുകൊള്ളും, അവരറിയാൻ പോകുന്നേ ഉള്ളൂ, ഇപ്പം അറിയും, അറിയാൻ പോവുകയാണ് എന്നൊക്കെ ആണ് അള്ളാഹു മറുപടി പറഞ്ഞത്. അവരങ്ങനെ തർക്കിക്കണ്ട, അവരറിയാൻ പോകുന്നേ ഉള്ളൂ. കാരണം എന്താ? ജീവിച്ച് ഈ മരണശേഷമുള്ള കാര്യമാണല്ലോ ഏറ്റവും കൂടുതൽ അവർ തർക്കിച്ചത്, അവർക്ക് സംശയം ഉണ്ടായത്. അതിപ്പോൾ അറിയില്ല. അതൊന്നുകിൽ ഇവരെന്ത് വിശ്വസിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അവർ വിശ്വസിക്കണം, അല്ലെങ്കിൽ അവരറിയാൻ പോണേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞിട്ട് എന്താകും? പിന്നെ ജീവിച്ചു വരുമ്പോഴാണ് അവരറിയാന്നർത്ഥം, മനസ്സിലായില്ലേ? കല്ലാ സയഅലമൂൻ സുമ്മ കല്ലാ സയഅലമൂൻ. ഇനി നോക്കൂ, ഇനി അള്ളാഹു മനുഷ്യൻ്റെ കണ്ണുകളെ കൊണ്ട് കാണാവുന്ന ഈ പറയുന്നത് സത്യമാണ് എന്ന് ഒരാൾക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുന്ന 9 തെളിവുകളുണ്ട്. 9 തെളിവുകൾ. അതാണ് 16-ാമത്തെ വചനം വരെ ഉള്ളത്. 9 തെളിവുകളാണ്. അത് ശ്രദ്ധിച്ചു എല്ലാവരും. ഇത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ചിലപ്പോൾ അർത്ഥമൊന്നും പറയേണ്ടി വരില്ല കേട്ടോ. ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا. ഒന്നാമത്തത് എന്താ? പെട്ടെന്ന് കാണുന്ന സാധനമാണ്. അർളാണ്, ഭൂമി. എന്താ ഭൂമിയെ കുറിച്ച് പറഞ്ഞത്? അലം നജ്അലിൽ അർദ മിഹാദ. അലം, ലം, പ്ലസ് ലമ്മാണെന്ത്? അലം. അലം തറ കൈഫ ഫഅല റബ്ബുക. ഒരുപാട് അലം ഉണ്ടല്ലോ. അലം നശ്റഹ്. അലം നജ്അൽ. ജഅല യജ്അലു, അതിനാണ് ജഅല എന്ന് പറഞ്ഞാൽ ആക്കി എന്നാണ്. അലം നജ്അൽ, നാം ആക്കിയില്ലേ. ലം എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാ, ആ എന്ന് പറഞ്ഞാൽ ഏന്നായി. അപ്പോൾ ആക്കിയില്ലേ. അലം നജ്അൽ, എന്തിന്? അൽ അർദ. അർദ് എന്ന് പറഞ്ഞാൽ ഭൂമി. അലം നജ്അലിൽ അർദ
മിഹാദ. മിഹാദ് എന്ന് പറഞ്ഞാൽ വിരിപ്പ് എന്നാണ്. മഹദ്, മിഹാദ്, രണ്ട് പ്രയോഗം ഭൂമിയെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തു താഹയിലുണ്ട്, അല്ലദീ ജഅല ലക്കുമുൽ അർദ മഹ്ദൻ. മഹദ്, മിഹാദ് രണ്ടും ഒരേ ആശയമാണ്. അലം നജ്അലിൽ അർദ മിഹാദ. ഭൂമി എന്താണ്? മിഹാദാണ്. മിഹാദ്, മഹദ്, മിഹാദ് എന്ന് പറഞ്ഞാൽ സ്വസ്ഥമായി വിശ്രമിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഒറിജിനൽ മഹദ് പറഞ്ഞാൽ തൊട്ടിലിന് മഹദ് എന്നാണ് പറയാം. ചെറിയ കുട്ടികൾ ഏറ്റവും സുഖമായിട്ട് ഉറങ്ങുക എവിടെ? തൊട്ടിലാണ്. എവിടെയല്ല? കട്ടിലല്ല. മനസ്സിലായി? അപ്പോൾ സ്വസ്ഥതയുള്ള അവസ്ഥയാണെന്ത്? സ്വസ്ഥതയുള്ള സ്ഥലമാണെന്ത്? മിഹാദ്, മഹ്ദ് എന്ന് പറയുന്നത്. അലം നജ്അലിൽ അർദ മിഹാദ. ഒന്നാമത്തെ അടയാളം അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പറയുന്നത് നേരാണ്, ഈ പുനരുജ്ജീവിതമുണ്ടാകും എന്നതിനുള്ള ഒന്നാമത്തെ അടയാളം അതാണ്. അലം നജ്അലിൽ അർദ മിഹാദ. അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ലോകം വീണ്ടും, ഈ ജീവിതം വീണ്ടും പുനരുജ്ജീവിപ്പിക്കപ്പെടും എന്ന് പറയുന്ന ബഅസ് നിങ്ങളെങ്ങനെയാണ് അതിൽ സംശയിക്കുക? നിങ്ങൾ കാണുന്നില്ലേ ഭൂമിയെ? നിങ്ങൾ അവിടെയല്ലേ ജീവിക്കുന്നത്? ഭൂമിയിലെ വിശാലമായ സ്ഥലം എന്തൊരു സൗകര്യമാണ് നിങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുള്ളത്. അതിൽ കടലുണ്ട്, കരയുണ്ട്, പർവ്വതമുണ്ട്, ഫലഭൂയിഷ്ടമായ സ്ഥലമുണ്ട്, ചതുപ്പ് നിലമുണ്ട്, ഒക്കെ അല്ലേ? എത്ര മനോഹരമാണ് അത്. ഭൂമിയിലേക്ക് നിങ്ങൾ നോക്കൂ. അലം നജ്അലിൽ അർദ മിഹാദ. ഒരു മിനിറ്റ്. അപ്പം അതെന്താണ്? ആ രീതിയിലാണ്. മനസ്സിലായി? അത് മാത്രമല്ല, എല്ലാവർക്കും, മനുഷ്യന് മാത്രമല്ല, എല്ലാ ജീവികൾക്കും ജീവിക്കാനുള്ള സൗകര്യമാണ് ഇവിടെ ഉള്ളത്, ഭൂമിയിലുള്ള എല്ലാ ജീവികൾക്കും. മൃഗങ്ങൾക്ക്, പക്ഷികൾക്ക്, പറവകൾക്ക്, ചെറിയ ചെറിയ സൂക്ഷ്മമായി മാത്രം കാണുന്ന ഒക്കെ, അവർക്കൊക്കെ എന്താണ്? മിഹാദാണ്. മിഹാദ്. അലം നജ്അലിൽ അർദ മിഹാദ. ഇങ്ങനെ ഈ ഭൂമിയെ ആക്കി തന്നവൻ, അവനാ പറയുന്നത് എന്തുണ്ട്? വീണ്ടും ഒരു ജീവിതമുണ്ട്, നിങ്ങൾക്ക് വിശ്വസിച്ചൂടെ? അതാണ് ചോദ്യം. അലം നജ്അലിൽ അർദ മിഹാദ. അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അല്ലെങ്കിൽ രണ്ടാമതായി പറഞ്ഞ കാര്യം, വൽ ജിബാല ഔതാദ. മനസ്സിലായി? ഭൂമി കഴിഞ്ഞാൽ അടുത്തത് പറയുന്നത് ജിബാലിനെ കുറിച്ച്. ജിബാൽ എന്ന് പറഞ്ഞാൽ പർവ്വതം. ജബൽ എന്നാണ് അതിൻ്റെ മുഫ്രദ്, ഏകവചനം. ജിബാൽ എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ്. പർവ്വതങ്ങൾ, ഒരുപാട് പർവ്വതങ്ങളുണ്ട്, ഒരു പർവ്വതമല്ല. വൽ ജിബാല ഔതാദ. ഔതാദ് എന്ന് പറഞ്ഞാൽ, ഔതാദ് എന്നത് വത്ത് എന്നതിൻ്റെ ബഹുവചനമാണ്. വത്ത്, ഔതാദ്. വത്ത് എന്ന് പറഞ്ഞാൽ പൂള് അല്ലെങ്കിൽ കുറ്റി എന്നൊക്കെയാണ് അർത്ഥം. പൂള് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായി വന്ന് ഇതിങ്ങനെ ഇളകുണ്ടെങ്കിൽ ഇളകാതിരിക്കാൻ വേണ്ടി അടിയിൽ ഒരു സാധനം തിരുകൂല്, അതിനാണ് എന്ത് പറയുക? പൂള്. അല്ലെങ്കിൽ കുറ്റി. ഇപ്പോൾ ഈ ടെൻ്റൊക്കെ അടിക്കുമ്പോൾ കണ്ടിട്ടില്ലേ? അത് കണ്ട് വലിച്ചു കെട്ടാൻ വേണ്ടി ഒരു കുറ്റി കുത്തിന്, കുറ്റി എന്നല്ല അതിന് പറയാം. അതാണെന്ത്? വത്തത് എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? വത്തത്. അല്ലെങ്കിൽ വത്തതിന് ആണി എന്നർത്ഥമുണ്ട്. ആണി, നമ്മൾ ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ വേണ്ടി അടിക്കുന്ന ആണി. ഭയങ്കര അത്ഭുതമാണ് ആ വാക്കന്നെ, അത്ഭുതം. സത്യത്തിൽ ജിബാലുകൾ അതാണ്. വൽ ജിബാല ഔതാദ. ജിബാൽ എന്ന് പറഞ്ഞാൽ കൃത്യമായി ഖുർആൻ പറയുന്നുണ്ട്, ഭൂമി അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അള്ളാഹു സൃഷ്ടിച്ച ആണികളാണ്, അല്ലെങ്കിൽ പൂളുകളാണ്, അല്ലെങ്കിൽ കുറ്റികളാണ്. എന്ത്? പർവ്വതങ്ങൾ. അത് ഭയങ്കര അത്ഭുതമല്ലേ? മനസ്സിലായില്ലേ? ഒരിക്കലും ഈ ഭൂമി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ വത്തുകളെ കൊണ്ട്, ഈ ജിബാലുകളാകുന്ന, പർവ്വതങ്ങളാകുന്ന വത്തുകളെ കൊണ്ട് അതിങ്ങനെ എന്താണ്? ഉറപ്പിച്ച്
നിർത്തിയത്. വൽ ജിബാല ഔതാദ. മനസ്സിലായില്ലേ? അതാണ് രണ്ടാമത്തെ കാര്യം. അലം നജ്അലിൽ അർദ മിഹാദ. അപ്പോൾ ഒന്നാമത്തേത്, ഞാനിതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞത് നിങ്ങൾക്കിത് ഹിഫ്ള് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഇങ്ങനെയാണ്. ആദ്യം എന്താ പറഞ്ഞത്? ഭൂമിയാണ്, അത് ഓർത്താൽ മതി. അലം നജ്അലിൽ അർദ മിഹാദ. രണ്ടാമത് പറഞ്ഞത് പർവ്വതങ്ങളാണ്. വൽ ജിബാല ഔതാദ. വൽ ജിബാല ഔതാദ. മൂന്നാമത് പറയുന്നത് എന്താ? വഖലഖ്നാകും അസ്വാജ. വഖലഖ്നാകും. ഖലഖ പറഞ്ഞ സൃഷ്ടിച്ചു. ഖലഖ്നാ പറഞ്ഞ നാം സൃഷ്ടിച്ചു. വഖലഖ്നാകും നിങ്ങൾ, നാം നിങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്തില്ലേ. അലം അങ്ങോട്ട് വാതക. അലം നജ്അലിൽ അർദ മിഹാദ. അങ്ങോട്ട് വാതക. നിങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്തില്ലേ. എന്ത്? അസ്വാജ. സൗജ് എന്നതിൻ്റെ ബഹുവചനമാണ് എന്ത്? അസ്വാജ്. സൗജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആശയങ്ങളുണ്ട് സൗജിന്. ഇണ എന്ന് പറയാം. ഇണ, സൗജ്. പോസിറ്റീവും നെഗറ്റീവും ഇല്ലേ, അതിനെന്ത് പറയും? സൗജ് എന്ന് പറയും. ആണ് പെണ്ണ്, അതിനെന്ത് പറയും? സൗജ് എന്ന് പറയും. വ്യത്യസ്തമായ ഇനങ്ങൾ എന്ന അർത്ഥത്തിൽ അസ്വാജ് പറയും. ഇനം, ഐറ്റം, ഇനം എന്നൊക്കെയുള്ള ഇനെന്ത് പറയും? സൗജ്. വഖലഖ്നാകും അസ്വാജ. വഖലഖ്നാകും അസ്വാജ. അത് അപ്പോൾ അതൊക്കെ ഇതിൽ പെട്ടു. മനുഷ്യൻ, നിങ്ങളെ നാം സൃഷ്ടിച്ചത് എങ്ങനെ ഞങ്ങൾ കാണുന്നില്ലേ? എന്തായിട്ടാ? അസ്വാജുകളായാണ്. പല ഇനം മനുഷ്യന്മാർ. മൂക്ക് ചപ്പിയതും മൂക്ക് ഉയർന്നതും, ചെറിയ ചെവിയുള്ളതും വലിയ ചെവിയുള്ളതും, ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും, കറുത്തതും വെളുത്തതും, അല്ലേ? പിന്നെ ആണും പെണ്ണും. ഭയങ്കര, മനസ്സിലായി? ഇങ്ങനെ സൗജുകളാണ്. ആണും പെണ്ണും, അതിന് സൗജ് പറയും. ഇണ എന്ന് നമ്മൾ സാധാരണ പറഞ്ഞാൽ ആണും പെണ്ണുമാണല്ലോ. ഇനി മറ്റു വസ്തുക്കളാണെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ എന്താണ്? സൗജാണ്. എല്ലാ വസ്തുക്കളെയും അങ്ങനെ സൃഷ്ടിച്ചത്. സൗജില്ലാത്ത ഒരു വസ്തുവുമില്ല, ഒരു വസ്തുവുമില്ല. അള്ളാഹുവിൻ്റെ വലിയ സൃഷ്ടിപ്പിൻ്റെ വലിയ അത്ഭുതത്തിൽപ്പെട്ടതാണ് എന്ത്? സൗജ് എന്ന് പറഞ്ഞ സിദ്ധാന്തം, ജോഡി സിദ്ധാന്തം, അല്ലെങ്കിൽ ഇണ സിദ്ധാന്തം. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ. അവൻ്റെ ആയത്തുകളിൽപ്പെട്ടതാണ്, അവൻ്റെ പറഞ്ഞ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അൻ ഖലഖ ലക്കും, നിങ്ങൾക്ക് വേണ്ടി അവൻ സൃഷ്ടിച്ചു. മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് തന്നെ. അസ്വാജ, ജോഡികളെ. അതാണ് വേറൊരു അത്ഭുതം. ഓരോ ഇനത്തിൻ്റെയും ജോഡി അതേ ഇനത്തിലാണ്. മനസ്സിലായില്ലേ? ആണും പെണ്ണൊക്കെ സെയിം സാധനത്തിന്, വേറെ അല്ല, ഒരേ സാധനമാണ്. അത് അത്ഭുതമാണ്. വഖലഖ്നാകും അസ്വാജ. ഭയങ്കര അത്ഭുതമാണ്. ഇല്ലെങ്കിൽ എന്താ? ജോഡി ഇല്ലെങ്കിൽ പ്രത്യുൽപാദനം ഉണ്ടാവില്ല. അതാണ്, നശിച്ചു പോവും, തകർന്നു പോവും, ഇല്ലാതായി പോവും. മനസ്സിലായില്ലേ? എല്ലാം അങ്ങനെയാണ്, എല്ലാ സാധനങ്ങളും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ജോഡി ഉണ്ടായത്. ജോഡി സിദ്ധാന്തം എന്തിനാണെന്ന് വെച്ചാൽ പ്രത്യുൽപാദനത്തിന് വേണ്ടിയുള്ളതാണ്. പ്രത്യുൽപാദനത്തിന് വേണ്ടിയില്ല, അടിസ്ഥാനം പ്രത്യുൽപാദനമാണ്. ബാക്കിയൊക്കെ നമ്മളിങ്ങനെ അതിൻ്റെ ഒരു എന്താ സൈഡ് എഫക്റ്റ് നമ്മൾ അനുഭവിക്കുക എന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത് എന്തിനാ? പ്രത്യുൽപാദനം ഉണ്ടാകാൻ, ഇവിടെ നിലനിൽക്കാൻ വേണ്ടി, എല്ലാ തരത്തിലുള്ള. അതും സത്യത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? എന്നിട്ട് നിങ്ങൾ സംശയിക്കുകയാണോ ബഅ്സിനെക്കുറിച്ച്? മൂന്നാമത്തേത് അതാണ്. നാലാമത്തേത് വജഅൽനാ നൗമക്കും സുബാത. വജഅൽനാ പറയണ്ടല്ലോ ഇനി. എന്ത്? വജഅൽനാ എന്ത്? നൗമക്കും. നൗമ് എന്താ? നൗമ് പറഞ്ഞ ഉറക്കമാണ്. ഒരുപാട് വാക്കുകളുണ്ട് ഉറക്കത്തിന് അറബി ഭാഷയിൽ. പക്ഷെ നൗമ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ വാക്കാണ്. റുഖൂദ് പറയും, റഖദ്, മനസ്സിലായില്ലേ? സിനത്ത് പറയും, ഒക്കെ ഉറക്കാണ്. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം പറഞ്ഞില്ല. മനസ്സിലായി? ഒരുപാട് വാക്കുകൾ. നൗം എന്ന് പറഞ്ഞ വാക്ക് വളരെ പ്രത്യേകമായ വാക്കാണ്. അത് മനസ്സിലാക്കാനാണ് അടുത്ത പദം സുബാത്ത്.
വജഅൽനാ നൗമക്കും സുബാത. സുബാത്ത് എന്ന് പറഞ്ഞാൽ വിശ്രമം എന്നാണ്. വിശ്രമം. സബത എന്ന് പറഞ്ഞാൽ എല്ലാ ക്ഷീണവും ഇല്ലാതാക്കുന്ന അവസ്ഥയാണ് എന്ത്? സബത്ത്. സുബാത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. അതിനാണ് നൗമുണ്ടാക്കിയത്. ഭയങ്കര അത്ഭുതമാണ് അല്ലേ? നമ്മളൊക്കെ അനുഭവിക്കുന്ന അത്ഭുതമാണ്. പകൽ സമയത്ത് നമ്മളിങ്ങനെ ജോലി ചെയ്ത് ക്ഷീണിച്ച് അവശരായി രാത്രി ഉറങ്ങാൻ കിടന്നാലോ നേരം വെളുക്കുമ്പോൾ എണീക്കുമ്പോൾ നമ്മളെന്താണ്? ഫ്രഷാണ് അല്ലേ? ഇനി ഉച്ചക്ക് ഉറങ്ങുന്നവർക്കറിയാം, ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുത്താൽ ഫ്രഷായി എന്ന് പറയും. മനസ്സിലായി? അതിനാണ് എന്ത് പറയുക? സുബാത്ത്. ഭയങ്കര രസമുള്ള വാക്കുകളാണ്. അള്ളാഹുവിനെ അത് പ്രയോഗിക്കാൻ കഴിയും. നൗമ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുണ്ടാകണം? സുബാത്ത് ഉണ്ടാകണം. നൗമിൽ നിന്ന് സുബാത്ത് ഉണ്ടാകണം, റെസ്റ്റ് ഉണ്ടാകണം. എന്നിട്ട് റെസ്റ്റ്ലെസ് ആയത് എന്തല്ല? നൗമല്ല, അത് റുഖൂദ. അങ്ങനെ ഉണ്ടല്ലോ, ഉറങ്ങിയിട്ടും ചില ആളുകളുണ്ട് ഉറങ്ങിയിട്ടും ക്ഷീണം. അതെന്തല്ല? നൗമല്ല. അള്ളാഹു സൃഷ്ടിച്ചത് അല്ലെങ്കിൽ അള്ളാഹു ആഗ്രഹിക്കുന്നത് എന്തിനെയാണ്? നൗമിനെയാണ്. നൗമിനെയാണ്. അതിന് പ്രത്യേക സമയമൊന്നുമില്ല, അത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ് എന്ന് മാത്രം. വജഅൽനാ നൗമക്കും സുബാത്ത. അത് മഹാ അത്ഭുതമാണ്. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ഉറക്കത്തെക്കുറിച്ച് പറയുന്നു. ഉറക്കം ഭയങ്കര അത്ഭുതമാണ്. മരണത്തെക്കുറിച്ച് സംശയിക്കുന്നവർക്ക് ഉറക്കിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. മനസ്സിലായി? അങ്ങനെ തന്നെയാണ് ഖുർആൻ്റെ പ്രയോഗവും. ഉറക്കവും മരണവും ഒരേ മാതിരിയാണ്. മനസ്സിലായി? അതുകൊണ്ടാണ് ഉറങ്ങി നീറ്റ് വരുമ്പോൾ നമ്മൾ പറയുന്ന പ്രാർത്ഥനയിൽ എന്താ ഉള്ളത്? അൽഹംദുലില്ലാ അല്ലദി അഹ്യാനാ ബഅദമാ അമാതന. ഒന്ന് ജീവിതമാണ്, ഒന്ന് മരണമാണ്. അല്ലദി അഹ്യാനാ ബഅദമാ അമാതന. ഞങ്ങളെ മരിപ്പിച്ച ശേഷം ജീവിപ്പിച്ച അള്ളാഹുവിനാണ്. അപ്പോൾ ഉറക്കം എന്താണ്? ഒരു മരണമാണ്. മനസ്സിലായില്ലേ? ഒരു ജൂനിയർ മരണമാണ് എന്ത്? ഉറക്കം എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനയിലും അതന്നെ ഉള്ളത്. അങ്ങനെ തന്നെയാണുള്ളത്. ഉറങ്ങാൻ കിടക്കുന്ന പ്രാർത്ഥനയിലും ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി. ഇൻ അംസക്ത നഫ്സി. ഉറക്കിൽ നീ എൻ്റെ ആത്മാവിനെ പിടിച്ചെടുത്താൽ ഫർഹംഹ, അതിനോട് നീ കാരുണ്യം കാണിക്കും. വ ഇൻ അർസൽതഹ, ഇനി നീ വാങ്ങിവെച്ച അല്ലെങ്കിൽ നീ എടുത്തു വച്ച ആത്മാവിനെ നീ തിരിച്ചു തരികയാണെങ്കിലോ, ആത്മാവിനെ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? ഉറങ്ങുമ്പോൾ വാങ്ങുന്നുണ്ട്, എടുത്തു വെക്കുന്നുണ്ട്, ഉണരുമ്പോഴോ തിരിച്ചു തരും. ഇൻ അർസൽതഹ ഫഹ്ഫദ്ഹ, നീ അതിനെ സംരക്ഷിക്കണം. അപ്പോൾ ഉറക്കം അതാണ്. വജഅൽനാ നൗമക്കും സുബാത. അഞ്ചാമത്തെ കാര്യം വജഅൽന ലൈല ലിബാസ. ലൈലിനെ എന്താക്കി? ലിബാസാക്കി. ലൈല് പറഞ്ഞാൽ രാത്രി. ലൈൽ, ലൈല് നഹാർ ഒക്കെ അറിയാം. എന്താക്കി? ലിബാസാക്കി. ലിബാസ് എന്ന് പറഞ്ഞാൽ വസ്ത്രം. രാത്രിയെ നാം വസ്ത്രമാക്കി. എന്താ രാത്രിയെ വസ്ത്രമാക്കി എന്ന് പറഞ്ഞാൽ? നമുക്കെന്നെ അനുഭവപ്പെടുകയാണ്. രാത്രി വല്ലൈലി ഇദാ യഗ്ഷ എന്നാണ് പറഞ്ഞത്. യഗ്ഷ, ഗഷിയ യഗ്ഷ എന്ന് പറഞ്ഞാൽ മൂടല. നമ്മളൊരു പുതപ്പെടുത്ത് മൂടുന്ന മാതിരിയാണ് രാത്രി വരുന്നത് അല്ലേ? പുതപ്പെടുത്ത് മൂടുന്ന മാതിരിയാണ് രാത്രി. നമുക്ക് ഈ സുബാത്ത് കിട്ടാൻ വേണ്ടി, റെസ്റ്റ് കിട്ടാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച ഒരു സമയമാണ് എന്ത്? രാത്രി. പോരാ, രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എല്ലാ അവയവങ്ങളും എന്താകാണ്? നിശ്ചലമാവുകയാണ്. ഒരു പുതപ്പുകൊണ്ട് പുതച്ചിട്ട മാതിരി, പിന്നെ അനക്കല്ല. മനസ്സിലായില്ലേ? രാത്രി അതാണ് രാത്രിയുടെ പ്രത്യേകത. ഒരു കറുത്ത വസ്ത്രമെടുത്ത് മൂടിയതുപോലെയാണ്. ഒരുപാട് സ്ഥലത്ത് രാത്രിയും പകലും മാറി മാറി വരുന്നതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഇതേ പ്രയോഗം യുഗ്ഷിൽ ലൈല അന്നഹാർ, യുഗ്ഷിൽ ലൈൽ അന്നഹാർ. രാത്രി വന്നിട്ട് പകലിനെങ്ങനെ പുതക്കും എന്നാണ് പറഞ്ഞു.
അപ്പോൾ രാത്രി അതാണ്. രാത്രി നമുക്കൊരു വസ്ത്രമാണ്. നമ്മൾ ശരിക്കും അനുഭവിക്കുകയാണല്ലോ. രാത്രി നമ്മൾ പാൻറ്റും കൂട്ടിയിടണേ അല്ലല്ലോ, എല്ലാ ഡ്രസ്സും നമ്മൾ അഴിച്ച് വെച്ച് ഒരു കാഷ്വൽ ഡ്രസ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. കാരണം എന്താ, ഡ്രസ്സായി ആരുണ്ട്? രാത്രിയുണ്ട്. നമ്മൾ ഒറിജിനൽ ഡ്രസ്സായി രാത്രിയുണ്ട്. പിന്നെ നമ്മളൊരു കാഷ്വൽ ഡ്രസ്സേ ഉണ്ടാവുള്ളൂ. അതാണ് വജഅൽനൽ ലൈല ലിബാസ. ആറാമത്തെ അത്ഭുതം വജഅൽനൻ നഹാറ മആശ. ലൈലിൻ്റെ നേരെ വിപരീതമാണെന്ത്? നഹാർ. അപ്പോൾ ലൈല് കഴിഞ്ഞാൽ ഉടനെ ആരെ പറഞ്ഞ്? നഹാറിനെ പറഞ്ഞ്. വജഅൽനൻ നഹാറ, രാത്രിയെ നാം എന്താക്കി? മആശ, മആശ് ആക്കി. ആയിഷ് എന്ന് പറഞ്ഞാൽ എന്താ? ജീവിതമാണ് അല്ലേ? ആശ എന്ന് പറഞ്ഞാൽ ജീവിച്ചു, ആയിഷ് എന്ന് പറഞ്ഞാൽ ജീവിതം. അറബികൾ റൊട്ടിക്ക് ആയിഷ് എന്ന് പറയും അല്ലേ? ആയിഷ് പറയും. ഖുബ്സിന് ഒറിജിനൽ അറബികൾ ആയിഷ് പറയും. ആയിഷ് എന്താ കാരണം? അവരുടെ ജീവിതം റൊട്ടിയാണ്, ആയിഷ്. അപ്പോൾ അതിനാണ് എന്തുണ്ടായത്? മആഷ്. മആഷ് എന്ന് പറഞ്ഞാൽ ജീവിതോപാധി കണ്ടെത്തുന്ന സമയം. അതിനാണ് എന്ത് പറയുക? മആഷ്. ജീവിതത്തിനുള്ള ഉപാധി അല്ലെങ്കിൽ ജീവിത സന്ധാരണ മാർഗം അല്ലെങ്കിൽ ജീവിതമാർഗം. നമ്മൾ പറയില്ലല്ലേ മഈഷത്ത് എന്ന് പറയില്ല, അതാണ് മഈഷ്. മഈഷത്ത് കണ്ടെത്തുന്ന സമയത്തിനാണ് എന്ത് പറയുക? മആഷ് എന്ന് പറയുക. എപ്പോഴാണ് നമ്മൾ ജോലിക്ക് പോലെ? മഹാഭൂരിപക്ഷവും നൈറ്റ് ഡ്യൂട്ടിനെ കുറിച്ചല്ല പറയണത്. അല്ലാത്ത മഹാഭൂരിപക്ഷവും എപ്പോഴാണ് ജോലി ചെയ്യുക? പകൽ സമയത്ത്. വജഅൽനൻ നഹാറ മആശ, പകലിനെ നാം എന്താക്കി? ജീവിത സന്ധാരണത്തിനുള്ള അല്ലെങ്കിൽ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ കണ്ടെത്താനുള്ള സമയമാക്കുകയും ചെയ്തു. അതാണ് വജഅൽനൽ ലൈല വജഅൽനൻ നഹാറ മആശ. മനസ്സിലായി? ഏഴാമത്തെ കാര്യം വബനൈനാ ഫൗഖക്കും സബ്അൻ ഷിദാദ. വബനൈനാ, ബന എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചു. ബന യബ്നി, ബിനാ എന്ന് പറയും ബിൽഡിങ്ങിന്. മനസ്സിലായില്ലേ? ബന യബ്നി ബിനാ. വബനൈനാ, നാം നിർമ്മിച്ചു. വബനൈനാ, നാം നിർമ്മിച്ചു. ഫൗഖക്കും, ഫൗഖ് എന്ന് പറഞ്ഞാൽ മീതെ, തഹ്ത്ത് എന്ന് പറഞ്ഞാൽ താഴെ. തഹ്തക്കും തഹ്ത അർജുലിക്കും എന്നൊക്കെ ഖുർആനിലുണ്ടല്ലോ. തഹ്ത, ഫൗഖ് എന്ന് പറഞ്ഞാൽ മീതെ, തഹ്ത പറഞ്ഞാൽ താഴെ. വജഅൽനാ ഫൗഖക്കും, നിങ്ങളുടെ മീതെ നാം നിർമ്മിച്ചു എന്ത്? സബ്അൻ, 7 എണ്ണം. സബ് എന്ന് പറഞ്ഞാൽ 7 എണ്ണം. ഷിദാദ, ഷദീദിൽ നിന്നാണ് ഷിദാദ് വന്നത്. ഷദീദ് എന്ന് പറഞ്ഞാൽ ശക്തിയുള്ള, കഠിനമായ എന്നൊക്കെയാണ്. അപ്പോൾ ബലിഷ്ഠമായ, കരുത്തുള്ള, അതാണ് എന്ത്? ഷിദാദ്. വജഅൽനാ വബനൈനാ ഫൗഖക്കും സബ്അൻ ഷിദാദ, നിങ്ങൾക്ക് മീതെ ബലിഷ്ഠമായ 7 എണ്ണം നിർമ്മിച്ചു. 7 എണ്ണം എന്താ? 7 ആകാശം. മനസ്സിലായി? സബ്അ സമാവാത്ത് എന്ന് സൂറത്തുൽ മുൽക്കിൽ പറഞ്ഞല്ലോ. സബ്അ സമാവാത്തിൻ തിബാഖ, ആകാശങ്ങൾ. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞല്ലോ ആകാശങ്ങളെക്കുറിച്ച്. 7 ആകാശങ്ങളാണ് ഖുർആൻ പറയുന്നത്. അത് തിബാഖുകളായാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് 7 ആകാശങ്ങൾ. അങ്ങനെ അട്ടിക്കട്ടിക്ക. പക്ഷെ മനുഷ്യൻ ഒന്നിനെ പറ്റിയേ ഒന്നേ അറിഞ്ഞിട്ടുള്ളൂ. മനുഷ്യനാകെ കണ്ടത് ഈ ആകാശത്തെപ്പറ്റി, താഴെ കാണുന്ന ആകാശം. ബാക്കിയൊന്നും മനുഷ്യൻ്റെ ഗവേഷണ പഠനത്തിലേക്ക് എത്തിയിട്ടില്ല. എത്താനും സാധ്യത കുറവാണ്. കാരണം എവിടെയും അതിനെക്കുറിച്ച് പരാമർശമില്ല ഖുർആനിലല്ലാതെ. വബനൈനാ ഫൗഖക്കും സബ്അൻ ഷിദാദ. ഹദീസിലുണ്ട് കേട്ടോ, ആകാശത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 7 ആകാശത്തെക്കുറിച്ച്. ഓരോ ആകാശത്തിനിടയിലുള്ള ഗ്യാപ്പ് പോലും പറഞ്ഞിട്ടുണ്ട്. 500 മസീറത ആമൻ. ഒരാകാശം കഴിഞ്ഞാൽ അടുത്ത ആകാശത്തേക്കുള്ള ദൂരം 500 വർഷം. ഏറ്റവും സ്പീഡുള്ള ഒരു കുതിരയുടെയോ ഒട്ടകത്തിൻ്റെയോ പുറത്ത് സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരം എത്രയാണോ അത്രയാണ്. പണ്ടങ്ങനെയാണ് ദൂരം പറഞ്ഞിരുന്നത്. മനസ്സിലായില്ലേ? കിലോമീറ്ററും നാഴികയൊക്കെ വരുന്നതിന് മുമ്പ് പറഞ്ഞിരുന്ന ദൂരം അങ്ങനെയാണ്, അത്രയാണ്.
ഓരോ ആകാശത്തിൻ്റെയും ഇടയിൽ. എന്നിട്ട് ഏഴാമത്തെ ആകാശത്തിൽ നിറയെ വെള്ളമാണ്, ഒരു സമുദ്രമാണ്, വലിയ സമുദ്രം. മനസ്സിലായില്ലേ? അതിൻ്റെ മുകളിലാണ് എന്തുള്ളത്? അർഷുള്ളത്. അതാണ് ഖുർആൻ പറഞ്ഞല്ലോ, വകാന അർഷുഹു അലൽ ഇതാർക്കും പറയാൻ കഴിയില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ആരും അത് പറയാത്തത്, ഏഴാകാശത്തെക്കുറിച്ച് പറയാത്തത് അതുകൊണ്ടാണ്. വബനൈന ഫൗഖക്കും സബ്അൻ ഷിദാദ. ഷിദാദ് എന്നാണ് പറഞ്ഞത്. എന്താ കാര്യം? ഷിദാദാണ്. അത് താഴേക്ക് വീണില്ല, തൂണൊന്നും എവിടെയില്ലല്ലോ. അങ്ങനെ ഖുർആൻ്റെ പ്രയോഗം. നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് കാണുന്ന ഒരു തൂണുമില്ല. ഉണ്ടോ? പില്ലേഴ്സ് എവിടെയുണ്ടോ? ആകാശത്തിനെവിടെയും പില്ലർ കാണുന്നുണ്ടോ? കാണില്ല. ഭയങ്കര അത്ഭുതം, ഒരുപാട്. മാത്രമല്ല ഷിദാദ് പറഞ്ഞാൽ അതുമല്ല. ഷിദാദ് പറഞ്ഞാൽ ഒരിക്കൽ ഖുർആൻ പറഞ്ഞത് വജഅൽന സമാ സഖ്ഫൻ മഹ്ഫൂള. സഖ്ഫൻ മഹ്ഫൂള, മനുഷ്യനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു മേൽപ്പുരയായാണ് ആകാശത്തെ സൃഷ്ടിച്ചത്. ഭയങ്കര പ്രൊട്ടക്ഷനാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഒരുപാട് മനുഷ്യജീവിതത്തിന് പറ്റാത്ത ഒരുപാട് ഈ റൈസ് ഉണ്ട്. ഈ വിഷം വരുന്ന റൈസിന് എന്താ പറയുക? എന്ത്? അതെ, രശ്മി. രശ്മികളുണ്ട് ഒരുപാട്. നിങ്ങൾ റേഡിയേഷനൊക്കെ കേട്ടിട്ടില്ലേ? അതൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഭയങ്കര. ഇതിങ്ങോട്ട് വരാതിരിക്കണം എന്തുകൊണ്ടാണ്? സമ ഉള്ളത് കൊണ്ട്. വജഅൽന സമാ സഖ്ഫൻ മഹ്ഫൂള. അതുകൊണ്ടാണ് ഇറാൻ കുവൈത്തോ ആരോടോ ഇറാൻ യുദ്ധം ചെയ്ത് കുറേ കാലം? ഇറാഖിനോടോ? ഇറാഖ് യുദ്ധമുണ്ടായ സമയത്ത് ഈ മിസൈലുകൾ അയച്ചിട്ട് ഈ പാളികളൊക്കെ ഓട്ടയായി ഭയങ്കര പ്രശ്നമായി. എന്നിട്ട് മുഴുവൻ കിണറുകളെയും വെള്ളം വൃത്തികൾ, കാരണം ഈ സാധനങ്ങൾ വന്നിട്ട് മുഴുവൻ കിണറുകളിലെയും വെള്ളം. അത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ആ കാലത്തെ ന്യൂസുകൾ? എനിക്കറിയില്ല. നിഡോ എന്ന് പറഞ്ഞൊരു പാലുണ്ട്. അത് ഇപ്പം മനുഷ്യന്മാരൊക്കെ എല്ലാവരും കുടിക്കണതാണ്. പണ്ടിത് ഇപ്പോഴും കുട്ടികൾക്കാണ് അധികം കൊടുത്തിരുന്നത്. പണ്ടൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ നിഡോ പറഞ്ഞാൽ കുട്ടികൾ കുടിക്കും. ഈ നിഡോ പാല് ഒരു വലിയ പ്രൊട്ടക്ഷൻ ഒന്നിച്ച് നശിപ്പിച്ച്. കാര്യം എന്താ വെച്ചാൽ ഇത് കൃഷി ചെയ്തിരുന്ന, ഇതൊരു ധാന്യത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുകയാണ്. ഇത് കൃഷി ചെയ്തിരുന്ന സ്ഥലം മുഴുവൻ പലതരത്തിലുള്ള ഈ റൈസുകൾ വന്നിട്ട് വരാൻ കാരണം യുദ്ധമായിരുന്നു. എന്നിട്ട് ഇതിലൊക്കെ ഇത് വന്ന് ഇതൊക്കെ ഉണ്ടാക്കി പൊടിച്ച് കൊണ്ടുവന്ന് പരിശോധിച്ച് നോക്കുമ്പോഴാണ് നിറയെ. സൗദി അറേബ്യ ലോഡ് കണക്കിനാണ് അന്ന് നശിപ്പിച്ച്, കണ്ടെയ്നർ കണക്കിന്. ഭയങ്കര അത്ഭുതമായി ഈ സമ എന്ന് പറഞ്ഞു. ഖുർആൻ അതൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് വജഅൽന വബനൈന ഫൗഖക്കും സബ്അൻ ഷിദാദ. 8 വജഅൽന സിറാജൻ വഹാജ. 8ാമത്തെ അത്ഭുതം അതാണ്. വജഅൽന, നാം ആക്കുകയും ചെയ്തു, സിറാജൻ. സിറാജ് എന്ന് പറഞ്ഞാൽ വിളക്ക്. സിറാജ്. വജഅൽന സിറാജൻ വഹാജ, കത്തിജ്വലിക്കുന്ന. വഹാജ്, സിറാജ്, വഹാജ്. വജഅൽന സിറാജൻ വഹാജ. സിറാജ് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് സൂര്യനാണ്. സൂര്യൻ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കണം. അതാണ് വഹാജ് എന്നുള്ള. കത്തിക്കൊണ്ടേയിരിക്കുന്ന സാധനമാണ് എന്ത്? വഹാജ്. നിങ്ങൾക്ക് സൂര്യനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്താ? 2 വാതകങ്ങളാണ് സൂര്യൻ. ഏതൊക്കെ? ഹൈഡ്രജനും ഹീലിയവും. എന്താ സംഭവിക്കണമല്ലോ? കത്തിക്കൊണ്ടേയിരിക്കണം. ഇത് രണ്ടിൻ്റെയും പ്രത്യേകത അതാ. എന്നാണോ സൃഷ്ടിച്ചത് അന്ന് മുതൽ കത്തിക്കൊണ്ട്, അതിനാണ് വഹാജ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? കത്തി തീരുമ്പോഴാണ് ലോകം അവസാനിക്കുക. ഇത് കത്തിത്തീരുമ്പോഴാണ്. അതാണ് ഇദ ശംസു കുവ്വിറത്ത് എന്ന് പറഞ്ഞാൽ അതാ. കത്തി ഇങ്ങനെ. കവ്വറ എന്ന് പറഞ്ഞാലേ പണ്ട് ഈ ടോർച്ചിന് പകരം ഉപയോഗിച്ചിരുന്ന ഒരു സാധനമുണ്ട്, ചൂട്ട് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് അറിയുമോ? നിനക്കറിയില്ല. അറിയോ?
ചൂട്ടിങ്ങനെ വീശി നടക്കുമ്പം ഒരു സാധനം ഇങ്ങനെ വീഴൂലേ, അങ്ങനെയാണ് സൂര്യൻ. ഇതിനെ കത്താണ്, കത്തി 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 തീരുമ്പം ഇതാണ് അവസാനം വീണതിൻ്റെ പേരാണ് കവ്വറ എന്ന് പറയുന്നത്. ഇത് ഷംസു വജഅൽനാ സിറാജൻ വഹാജ. വഹാജ് എന്നുള്ള ഇതിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. സോളാർ എനർജി ഉണ്ടല്ലോ, വഹജയിൽ എനർജി ഉണ്ട് എന്നാ. സാധാരണ കത്തലല്ലേ, അതിലെന്തുണ്ട്? എനർജി ഉണ്ട്. അത് കത്തുമ്പോഴാണ് എന്തുണ്ടാണ്? എനർജി. അങ്ങനല്ലേ? നമുക്ക് സോളാർ പവർ എപ്പോഴേ കിട്ടൂ? സൂര്യപ്രകാശം ഉണ്ടെങ്കിലേ കിട്ടൂ, ഇല്ലെങ്കിൽ കിട്ടുമോ? കിട്ടൂ. സുബ്ഹാനല്ലാഹ്. വജഅൽനാ സിറാജൻ വഹാജ. അവസാനം വഅൻസൽനാ മിനൽ മുഅ്സിറാതി മാഅൻ സജ്ജാജ. അതാണ് അവസാനത്തേത്. വഅൻസൽനാ, നാം ഇറക്കി. അൻസല പറഞ്ഞാൽ അറിയാലോ, ഖുർആൻ അൻസൽ, നാം ഇറക്കുകയും ചെയ്തു. മിനൽ മുഅ്സിറാത്തി, മുഅ്സിറാത്തുകളിൽ നിന്ന്. അസീർ നിങ്ങൾ കേട്ടിട്ടില്ല? എന്താ അസീർ? എന്താ? ജ്യൂസ്. ജ്യൂസ് അതന്നെ മുഅ്സിറാത്ത്. മുഅ്സിറാത്ത് എന്ന് പറഞ്ഞാൽ എന്തിൽ നിന്നാണോ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുക അതാണെന്ത്? മുഅ്സിറാത്ത്. മുഅ്സിറാത്ത് ഇവിടെ ഉദ്ദേശം മേഘമാണ്. അസറ, മുഅ്സിർ, ആ പദം അങ്ങനെ തന്നെ. ഞാൻ അങ്ങനെ അസീർ എന്നൊക്കെ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങളതിൻ്റെ ആ വാക്കിൻ്റെ ആശയം ഉൾക്കൊള്ളണം. അപ്പോഴാണ് നമുക്ക് ശരിക്കും ഇത് മനസ്സിലാവുള്ളൂ എന്താണെന്നുള്ളത്. മുഅ്സിറാത്ത് മനസ്സിലായില്ലേ? ശരിക്കും ഈ മേഘം എന്ന് പറഞ്ഞാൽ എന്താണ്? മേഘം ജ്യൂസാക്കുമ്പോഴാണ് എന്ത് വരുന്നത്? വെള്ളം വരുന്നത്. വജഅൽന, അതാണ്. വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ. എന്താ വരുന്നത്? മാ വരുന്നു. എങ്ങനെ വരും? സജ്ജാജ. സജ്ജ, സജ്ജ യസുജു എന്ന് പറഞ്ഞാൽ കുത്തി ഒലിച്ചു വരുന്നതിനാണ് എന്ത് പറയുക? സജ്ജാജ. കുത്തി ഒഴുകുന്ന രീതിയിൽ അതുകൊണ്ട് വരില്ലേ വെള്ളം. നമ്മളിങ്ങനെ കാണുന്നത് മേഘം ഇങ്ങനെ മൂടി, ഭയങ്കര അത്ഭുതമാണ്, ഭയങ്കര അത്ഭുതമാണ്. മേഘത്തെക്കുറിച്ച് ഒരുപാട് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് അവസാനിക്കൂല അത്. അത്രയും ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു ശാസ്ത്രവും പറയാത്ത കാര്യം മേഘത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, മഴയെക്കുറിച്ച് പറയുന്നു. നമ്മൾ പണ്ടേ സയൻസിൽ പഠിച്ചില്ലേ, കടലിലെ വെള്ളം സൂര്യൻ്റെ ചൂടേറ്റ് നീരാവിയായി ആകാശത്തേക്ക് ഉയർന്ന് പ്രത്യേകമായൊരു പ്രതലത്തിലെത്തുമ്പം തണുത്ത് അവിടെ ഉറച്ച് കട്ടിയായി, അതാണ് മേഘമായി പിന്നീട് വീണ്ടും ചൂടേൽക്കുമ്പോൾ താഴേക്ക് വീഴുന്നത്. നമ്മൾ പണ്ടേ പഠിച്ചു വെച്ചത്, സയൻസിൽ നമ്മൾ പഠിച്ചത്. ഖുർആൻ ഇത് അങ്ങനെ തന്നെ പറയുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടി സ്പഷ്ടമായും കുറച്ചും കൂടി ആഴത്തിലും പറയുന്നുണ്ട്. രണ്ട് തരം മേഘങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, മനസ്സിലായില്ലേ? ഒന്ന് മഴയില്ലാത്ത മേഘമുണ്ട്. നമ്മൾ ചിലപ്പം നമ്മൾ പറയല്ലോ അങ്ങനെ നോക്കി കണ്ട്, നമ്മൾ പറയില്ല, പണ്ടുള്ള ആൾക്കാർ പറഞ്ഞത് ഇങ്ങനെ നോക്കിയിട്ട് അത് മഴ ഇല്ലാത്ത മേഘമാണ്, മഴ പെയ്യൂല, ആ മേഘത്തിൽ മഴ പെയ്യൂല എന്ന് പറയും. അവർക്കറിയായിരുന്നു അത് കണ്ട്. അങ്ങനത്തെ ഒരു മേഘമുണ്ട്, ശരി. മഴ പെയ്യുന്ന രണ്ട് മേഘത്തെക്കുറിച്ചും ഖുർആൻ പറയുന്നു. ഭയങ്കര അത്ഭുതമാണ്. വഅൻസൽനാ മിനൽ മുഅ്സിറാതി മാഅൻ സജ്ജാജ. കടലിൽ നിന്ന് പോയത് ഏത് വെള്ളമായിരിക്കും? ഉപ്പ് വെള്ളം. വന്നതോ എന്താണ് അതിൻ്റെ ആ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം അല്ല പറയുന്നത്, ഭയങ്കര. എന്നിട്ട് ആകാശത്ത് നിന്ന് വരുന്ന വെള്ളത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ വാക്കെന്താ അറിയങ്ങൾ? സംസമിനെ കുറിച്ച് പറഞ്ഞ വാക്കാണ് പറഞ്ഞു. സംസമിനെ കുറിച്ച് എന്താ പറഞ്ഞത്? മാഉൻ മുബാറക്. വഅൻസൽനാ മിനസ് സമാഇ മാഅൻ മുബാറക് എന്നാണ് പറഞ്ഞത്. അത്രയും പ്യുവർ വാട്ടറാണെന്ത്, ഏറ്റവും ശുദ്ധിയുള്ള വെള്ളം നേർക്കുനേരെ ആകാശത്ത് നിന്ന് വരുന്ന വെള്ളമാണ്. അതുകൊണ്ടാണ് ഈ പ്രകൃതിൻ്റെ ആളുകളൊക്കെ ഈ നേരെ ആകാശത്ത് ഇതിന്നല്ല, വീടിൻ്റെ ഇറയിൽ നിന്നൊന്നുമല്ല നേരെ വരുന്നത്. നമ്മൾ ഏറ്റവും പ്യുവർ വാട്ടറായി നമ്മൾ ഈ ബാറ്ററിയിലൊക്കെ ഒഴിക്കണ വെള്ളമല്ലേ, അതേത് വെള്ളം നിങ്ങൾക്കറിയാം? അത് ഈ പ്യുവർ വാട്ടറാണ്.
ബാറ്ററിൻ്റെ ആളുകൾ പറയും ഏറ്റവും നല്ല വെള്ളം മഴ പെയ്യുമ്പോഴുള്ള വെള്ളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യത്തെ മഴ പെയ്യുമ്പോൾ നബി വസ്ത്രം അഴിച്ചിട്ടിട്ട് ശരീരത്തിൽ കൊള്ളിക്കുമായിരുന്നു. അത്രയും ഹെൽത്തിയാണ് ആ സാധനം. ഇതൊക്കെയാണ് മാ അൻ സജ്ജാജ് എന്ന് പറയുന്നത്. വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാ അൻ സജ്ജാജ. എന്തിനാണിത്? ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത വജന്നാത്തിൻ അൽഫാഫ. ലിനുഖ്രിജ ബിഹി, അഖ്റജ എന്ന് പറഞ്ഞാൽ ഉൽപ്പാദിപ്പിച്ചു എന്ന്. ലിനുഖ്രിജ ബിഹി, അത് മുഖേന ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി. ലിനുഖ്രിജ ബിഹി, അത് മുഖേന എന്ന് പറഞ്ഞാൽ ഈ വെള്ളം മുഖേന. ലിനുഖ്രിജ ബിഹി ഹബ്ബൻ, എന്ത്? ധാന്യങ്ങൾ, ഹബ്ബ്. വനബാത്ത, സസ്യങ്ങളും. വജന്നാത്തിൻ, തോട്ടങ്ങളും. ജന്നാത്ത് എല്ലാവർക്കും അറിയാമല്ലോ. അൽഫാഫ്, ഇടതൂർന്ന് വളരുന്ന. ലഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിറ്റണേനാണ് ലഫ യലുഫു എന്ന് അറബി പറയാം. ലഫ്, അൽഫാഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇടതൂർന്ന. വജന്നാത്തിൻ അൽഫാഫ, ഇടതൂർന്ന തോട്ടങ്ങൾ. 9 കാര്യങ്ങളാണ് എണ്ണിപ്പറഞ്ഞത്. ഈ 9 സത്യമാണോ? നിങ്ങൾ കാണുന്നില്ലേ കണ്ണുകൊണ്ട്? എങ്കിൽ എന്തും സത്യമാണ്. നിങ്ങളിപ്പോൾ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അഭിപ്രായ വ്യത്യാസമുള്ള ബഅസ് എന്ന വിഷയവും എന്താണ്? സത്യം. മനസ്സിലായില്ലേ? എന്തിനു സംശയം ചോദിക്കും? ഈ ഭൂമി ആ ആ അതെ. ഓക്കെ. ഫിറാഷ് എന്ന് പറഞ്ഞാൽ പരന്നത് എന്നല്ല, അത് മനസ്സിലാത്തതുകൊണ്ട് പറഞ്ഞതാ. ഫിറാഷ് എന്ന് പറഞ്ഞാൽ വിരിപ്പ് എന്നാ. ഫിറാഷൻ വസ്സമാഅ ബിനാഅൻ, വിരിപ്പ് എന്നാണ്. അത്രേ അർത്ഥമുള്ളൂ, അല്ലാതെ പരന്നത് എന്നർത്ഥമല്ല. ഭൂമി പരന്നിട്ടാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഖുർആൻ. കാരണം അള്ളല്ലേ ഖുർആൻ ഭൂമി സൃഷ്ടിച്ചത്. അള്ളാഹു അതിനെ സൃഷ്ടിച്ചത് എന്തായിട്ടല്ല? പരന്നിട്ടല്ല, പരുത്തിയല്ല. അപ്പോൾ അള്ളാഹു അത് പറയില്ലല്ലോ. ഫിറാഷ് മഹദ് എന്നൊക്കെ പറഞ്ഞാൽ, ഫിറാഷ് പറഞ്ഞാൽ എന്താ? വിരിപ്പ് എന്നാണ്. മനസ്സിലായി? വിരിപ്പ് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ലേ വിരിപ്പായിട്ട്? എവിടെ പോയാലും കിടന്നൂടെ ഭൂമിയിൽ? മനസ്സിലായി? ഏത് സ്ഥലത്ത് പോയാലും, കുന്നിൻ്റെ മുകളിൽ പോയാലും കൂടി കിടന്നൂടെ ഭൂമിയിൽ? അത്രയേ ഉള്ളൂ. മഹദ് പോലെയാണ്, ഒരു തൊട്ടിൽ പോലെയാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഭൂമി വരുന്നത് അത് ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അത് ഖുർആനെ എതിർക്കാൻ വേണ്ടി ചില ആളുകൾ പറയുന്ന വാദങ്ങൾ മാത്രമാണ്. അപ്പോൾ 16 വചനങ്ങളാണ് നമ്മൾ പഠിച്ചത്. അടുത്ത ആഴ്ച ആകുമ്പോഴേക്കെല്ലാവരും നോക്കൂ. ഇത് ഒരു വലിയൊരു ഭാരമായി ആരും കരുതണ്ട. ഇത് കാണാതെ പഠിക്കുക എന്നുള്ളതൊരു ഭാരമൊന്നുമല്ല, ഭയങ്കര എളുപ്പമുള്ള വിഷയമാണ്. അപ്പോൾ അതിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, ഭയങ്കര താല്പര്യമായിരിക്കും. അപ്പോൾ ഈ 16 ആയത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളെല്ലാ ദിവസവും ഇനി ഇതിങ്ങനെ വായിക്കന്നെ. ഇതിൻ്റെ ആശയം കിട്ടിയല്ലോ ഇപ്പോൾ. മാത്രമല്ല ഇത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആശയമാണ്. അപ്പോൾ അത് അടുത്ത ആഴ്ച ആകുമ്പോഴേക്ക് പഠിക്കും. അത്രയൊന്നും വേണ്ടി വരില്ല, പെട്ടെന്ന് പഠിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്നാൽ അവസാനിപ്പിക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.